ഫ്രണ്ട്സ്, നമ്മുടെ സിമ്മിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 3 ലെക്ചറാണ് ഇന്നുണ്ടായിരുന്നത്. 3 ലെക്ചറോട് കൂടി നമ്മുടെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ട്യൂട്ടോറിയൽ വെച്ചിട്ട് ചെയ്യാമെന്ന്. ട്യൂട്ടോറിയലിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത് നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്ക് രണ്ട് ടോപ്പിക്കിലാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത്. ഒന്ന് പിച്ച് ഫാക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ EMF ഇക്വേഷൻ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് ട്യൂട്ടോറിയലിൽ പിച്ച് ഫാക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മാത്രം വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് വി സ്റ്റാർട്ട്. ഓക്കെ, KC ആൻഡ് KD പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ KCയും KDൻ്റെ ലെക്ചർ എല്ലാവരും കാണുക. അതിന് ശേഷം നമ്മുടെ ഈ പ്രോബ്ലംസ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് എന്നിട്ട് നമുക്ക് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ KC ആൻഡ് KDൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലമാണ്. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സ്റ്റാർട്ടർ വൈൻഡിങ് ഓഫ് ആൾട്ടർനേറ്റർ ഹാസ് 48 സ്ലോട്ട്സ്. Number of slot is equal to 48. Okay, number of slot is equal to 48. Then 4-pole 3-phase winding is made up of the starter. Each coil spans 11 slot. Calculate the coil span. Okay, number of slot is equal to 48 and number of pole P is equal to 4 and it is a 3-phase winding ആണ്. then പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കോയിൽ സ്പാൻ. നമ്മുടെ കോയിൽ സ്പാൻ തന്നിട്ടുണ്ട്. കോയിൽ സ്പാൻ ഈസ് ഈക്വൽ ടു 11 സ്ലോട്ടാണ്. കോയിൽ സ്പാൻ ഈസ് ഈക്വൽ ടു 11 സ്ലോട്ടാണ്. then calculate the coil span factor. Calculate the coil span factor, that is KC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് സ്ലോട്ട് 48, നമ്പർ ഓഫ് പോൾ 4, 3-phase വൈൻഡിങ് ആണ്. കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ 11 സ്ലോട്ടാണ്. നമുക്കിതിൻ്റെ KC കോയിൽ സ്പാൻ ഫാക്ടർ കണ്ടുപിടിക്കണം. കോയിൽ സ്പാൻ ഫാക്ടർ ഓർ പിച്ച് ഫാക്ടർ. ഓക്കെ, വി നോ ദാറ്റ് കേസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. KC ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ബൈ 2. KC ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ബൈ 2. നമ്മൾ ലെക്ചറിൽ നമ്മളിത് ഡിറൈവ് ചെയ്തതായിരുന്നു. ഓക്കെ, KC ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ബൈ 2 എന്നുള്ളത്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ KC ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ബൈ 2. ദെൻ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് പിച്ച്ഡ് ആംഗിളാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് പിച്ച്ഡ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ KC കണ്ടുപിടിക്കാൻ പറ്റും. ഷോർട്ട് പിച്ച്ഡ് ഫാക്ടർ ഓർ കോയിൽ സ്പാൻ ഫാക്ടർ KC നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കോയിൽ സ്പാൻ ഈസ് ഈക്വൽ ടു 11 സ്ലോട്ട്. കോയിൽ സ്പാൻ ഇത് മൊത്തത്തിലാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. പോൾ പിച്ച് ഇത്രയാണ് കോയിൽ സ്പാൻ. ഓക്കെ, കോയിൽ സ്പാൻ ആൻഡ് ഈ ആംഗിളാണ് നമ്മുടെ ആൽഫ ഓർ ഷോർട്ട് പിച്ച്ഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോൾ പിച്ച് ഈസ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോയിൽ സ്പാൻ എന്ന് പറയുന്നത് 11 സ്ലോട്ടാണ്. കോയിൽ സ്പാൻ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോൾ പിച്ച് കണ്ടുപിടിക്കണം. പോൾ പിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോൾ പിച്ച് മൈനസ് കോയിൽ സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര സ്ലോട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പോൾ പിച്ച് ഈസ് ഈക്വൽ ടു സ്ലോട്ട് പെർ പോൾ. പോൾ പിച്ച് എന്ന് പറയുന്നത് സ്ലോട്ട് പെർ പോളാണ്. നമ്മളിതിന് മുമ്പ് സ്ലോട്ട് ആംഗിൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു N എന്ന് പറയുന്നത്. ആ ഫാക്ടറാണ് സ്ലോട്ട് പെർ പോൾ. ഓക്കെ, പോൾ പിച്ച് ഈസ് സ്ലോട്ട് പെർ പോൾ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട് ഈസ് 48 ആൻഡ് നമ്പർ ഓഫ് പോൾ ഈസ് 4. ദെൻ സ്ലോട്ട് പെർ പോൾ ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഓക്കെ, പോൾ പിച്ച് ഈസ് 12. Then pole pitch is 12 and coil span is 11. That is alpha എന്ന് പറയുന്നത് 12 minus 11 is equal to 1 slot.
ഇവിടെ ഒരു സ്ലോട്ട് മാത്രമാണുള്ളത്. ആൽഫ എന്ന് പറയുന്നിടത്ത് ഒരു സ്ലോട്ട് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലോട്ടിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൽഫ എത്രയാണ് കിട്ടും. ആൽഫ എന്ന് പറയുന്നത് ആംഗിളാണ്. അപ്പോൾ ആൽഫ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടിൻ്റെ ആംഗിളാണ്. ദാറ്റ് ഈസ് വൺ സ്ലോട്ട് ആംഗിൾ. സ്ലോട്ട് ആംഗിൾ ഈസ് ബീറ്റ. ആൽഫ ഈസ് ഈക്വൽ ടു 1 ബീറ്റ. ആൽഫ എന്ന് പറയുന്നത് 1 ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കണം. ബീറ്റ ഈസ് ഈക്വൽ ടു 180 divided by n. n is slot per pole. Slot per pole is 12. That is beta is equal to 180 divided by 12. 2, 13, that is 15. Beta is 15. Slot per pole. Beta is 15. Okay. Then alpha is equal to 1 beta, that is 15. Alpha is 15. Therefore, our pitch factor Kc is equal to cos 15 divided by 2. Alpha is 15. Then Kc is equal to cos 15 divided by 2. ഇതെന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. cos 15 divided by 2, that is 0.9914. Okay, Kc is equal to 0.9914 എന്ന് കിട്ടും. Okay, first question complete ചെയ്തു. ഈ second question, calculate the distribution factor kd ആണ് കണ്ടുപിടിക്കേണ്ടത്. distribution factor for one phase alternator. one phase alternator having 6 slot per pole, that is equal to pitch factor. slot per pole എന്ന് പറഞ്ഞാൽ നമ്മുടെ pitch factor is equal to 6. okay, slot per pole is equal to pitch factor, that is pitch factor is equal to 6. then when all the slots are wounded, എല്ലാ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്. distribution factor when all slots are wound and when only 4 adjacent slots per pole are wound and remaining slots are unwounded. okay, അപ്പോൾ നമ്മൾ KDൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. KD ഈസ് ഈക്വൽ ടു സൈൻ m ബീറ്റ ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ m ഇൻറ്റു സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ KDയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എമ്മും കണ്ടുപിടിക്കണം, ബീറ്റയും കണ്ടുപിടിക്കണം. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ആണ്. സ്ലോട്ട് പെർ പോൾ എന്ന് പറയുന്നത് 6 ആണ്. ദെൻ 6 പെർ ഫേസ്, ദറ്റ് ഈസ് 6 പെർ എത്ര ഫേസാണ്? 1 ഫേസ് ആണ്. ദെൻ ഈസ് ഈക്വൽ ടു 6. എം എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഓക്കെ, ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ സ്ലോട്ട് പെർ പോൾ is equal to 180 divided by slot per pole is 6, that is equal to 30. okay, beta is equal to 30 degree. then KD is equal to രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന് when all the slots are wounded, എല്ലാ സ്ലോട്ടും വൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ m is equal to first one, all slots are wounded എന്ന് പറഞ്ഞാൽ എല്ലാ സ്ലോട്ടും വൗണ്ട് എന്ന് പറഞ്ഞാൽ m is equal to 6. എല്ലാ സ്ലോട്ടും ഉണ്ട്. സ്ലോട്ട് പെർ മൊത്തം 6 സ്ലോട്ട് പെർ പോൾ ആണുള്ളത്. അതിൽ ഓൾ സ്ലോട്ട്സ് ആർ വൗണ്ടഡ് എന്ന് പറഞ്ഞാൽ m ഈസ് ഈക്വൽ ടു 6. ദെൻ KD ഈസ് ഈക്വൽ ടു സൈൻ 6 ഇൻറ്റു ബീറ്റ ഈസ് 30 ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു സൈൻ 30 ഡിവൈഡഡ് ബൈ 2 which is equal to, കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം, ആൻസർ 0.6439. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്
when only 4 adjacent slots per pole are wounded and remaining slots are unwounded. Okay, 4 adjacent slots മാത്രമേ വൗണ്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി unwounded ആണ്. Then that means m is equal to 4. m is equal to 4. Then kd is equal to sin 4 into 30 divided by 2 all divided by 4 into sin 30 divided by 2. Okay, answer 0.8365. okay, 0.8365. okay, ഇതാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർട്ടർ ഓഫ് 3-phase alternator ഹാസ് 9 slot per pole. 3-phase ആണ്, slot per pole that is equal to pitch factor, pole pitch, pole pitch. Slot per pole, that is pole pitch is equal to 9. Then R carries 3-phase double layer winding ആണ്. Coils are short pitched ആണ്, short pitched winding ആണ്. Coil pitch is 7 slot. Coil pitch or coil span is equal to 7 slot. okay, then find the distribution factor. kd ആണ് കണ്ടുപിടിക്കേണ്ടത്. okay, fine, kd ആണ് കണ്ടുപിടിക്കേണ്ടത്. then slot per pole, that is pitch factor is 9. short pitched ആണ്, coil pitch is equal to 7 slot and find the distribution factor. kd ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ kd ആണ് കണ്ടുപിടിക്കേണ്ടത്. കേസിങ് കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് പിച്ച് ഫാക്ടർ. kdയും കേസിയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, kc is equal to cos alpha divided by 2. അപ്പോൾ ആൽഫ കിട്ടണം. ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ സ്ലോട്ട് പിച്ച് ഫാക്ടർ 9 - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ലോട്ട്സ് ആണ് ആൽഫയിൽ ഉണ്ടാവുക. ആൽഫയിൽ ടോട്ടൽ പോൾ പിച്ച് 9, ഇത് മൊത്തം പോൾ പിച്ച്, ഇത് നമ്മുടെ കോയിൽ സ്പാൻ ദാറ്റ് ഈസ് ഇത് 9 ആണ്, കോയിൽ സ്പാൻ 7 ആണ്. ദെൻ ഇത്രയും ഭാഗമാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 9 - 7 2 സ്ലോട്ട്, 2 സ്ലോട്ട് ഉള്ളത്. അപ്പോൾ 2 സ്ലോട്ടിൻ്റെ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്ലോട്ട് ആംഗിൾ ദാറ്റ് ഈസ് ബീറ്റ. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ സ്ലോട്ട് പെർ പോൾ. ബീറ്റ ഈസ് ഈക്വൽ ടു 180 divided by slot per pole or our pitch factor 9, that is beta is equal to 20 degree. Then alpha is equal to 2 into 20, that is 40 degree. Then our kc is equal to pitch factor kc is equal to cos 40 divided by 2, that is cos 20. That is 0.9396. kc is equal to 0.9396. then kd ആണ് കണ്ടുപിടിക്കേണ്ടത്. kd കണ്ടുപിടിക്കണം. kdൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. kd is equal to sin m beta divided by 2 all divided by m into sin beta divided by 2. ഇതിൽ ബീറ്റയും എമ്മും ആണ് വേണ്ടത്. ബീറ്റ ഓൾറെഡി കണ്ടുപിടിച്ച് 20 ആണ്. ദെൻ എം കണ്ടുപിടിക്കണം. എം എന്ന് പറഞ്ഞാൽ സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ആണ്. ദാറ്റ് ഈസ് സ്ലോട്ട് പെർ പോൾ 9 ഡിവൈഡഡ് ബൈ ഫേസ്, ഇറ്റ് ഈസ് 3 ഫേസ് ആണ്. അപ്പോൾ എം എന്ന് പറയുന്നത് 9 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദെൻ കെ ഡി ഈസ് ഈക്വൽ ടു സൈൻ 3 into 20 divided by 2 all divided by 3 into sin 20 divided by 2, that is equal to, calculate ചെയ്തിട്ട് പറയാം. ആൻസർ 0.9597. ഓക്കെ, 0.9597. അപ്പോൾ നമ്മൾ കേസിങ് കണ്ടുപിടിച്ചു, കെ ഡി കണ്ടുപിടിച്ചു. ഓക്കെ,
ദെൻ കെ സി ആൻഡ് കെ ഡിയുടെ പ്രോബ്ലംസ് ഇത്രയും പ്രോബ്ലംസാണ് നമുക്ക് കെ സി ആൻഡ് കെ ഡിയിൽ വരുന്നത്. ആൻഡ് നമ്മൾ ഇനി ഇ എം എഫ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ കെ സിയും കെ ഡിയും കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ നമുക്ക് ഇ എം എഫ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.